തിരക്കാണ്. ഞായറാഴ്ചയാണ്, ഭക്തജന തിരക്കാണ്. ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്. എവിടെ നിന്ന് വരുന്നു എന്ന് പോലും നമുക്കറിയില്ല. കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് പുറത്തുനിന്നും എല്ലാ സ്ഥലങ്ങളും, കർണാടക, തമിഴ്നാട്, ബോംബെ, ആന്ധ്രാപ്രദേശ്, എല്ലാ സ്ഥലത്തുനിന്നും വരുന്നുണ്ട്. മലയാളികൾ മാത്രമല്ല വരുന്നത്, എല്ലാ ഭാഷക്കാരും ഉണ്ട്. അമേരിക്ക മുതൽ ഇംഗ്ലീഷുകാർ എല്ലാവരും ഉണ്ട്. പ്രസാദം ഊറ്റുന്ന ഈ തിരക്ക് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് പായസത്തിനുള്ള ക്യൂ പറയേണ്ട അത്ര വലിയ ക്യൂ ഞാൻ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ കഞ്ഞിക്കുള്ള ക്യൂ ആണ്. ഇതൊക്കെ പ്രസാദത്തിൽ ക്യൂ അവിടെയുള്ളത്. ക്യൂ സത്യത്തിൽ നമുക്ക് അടുക്കാൻ പോലും പറ്റില്ല. വണ്ടിയിൽ വെള്ളം സാധനങ്ങൾ ഇങ്ങനെ വൈകുന്നേരം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങളുടെ തിരക്ക് പറയണ്ട. ഉത്സവ സമയത്ത് ഗുരുവായൂർ വരാൻ പറ്റാത്തൊരു വലിയൊരു നഷ്ടമായിട്ട് കണക്കാക്കണം. അത് അത്രയും വലിയ നഷ്ടമാണ്. ഞാൻ ഇത്ര കാലമായിട്ട് ഗുരുവായൂർ ഉത്സവം ആദ്യമായിട്ടാണ്. ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതേമാതിരി പങ്കെടുത്ത എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രയും ജനങ്ങളോട് എന്ത് നന്ദി പറയണം തോന്നുന്നു. ഉത്സവത്തിന് വേണ്ടി പങ്കെടുത്തവരോട് എല്ലാവരോടും, കൊച്ചുമക്കൾ മുതൽ അച്ഛനമ്മ മുതൽ എല്ലാവരും, വയസ്സായവരും എല്ലാവരും വരുന്നത് കാണാൻ. കൊച്ചുകുട്ടികളെല്ലാം എല്ലാം ഭയങ്കര തിരക്കാണ്. കുട്ടികൾ ഉറങ്ങുന്നത് കഴിഞ്ഞിട്ട് കുമാരൻ വഴിയിൽ കാലത്ത് വരുന്ന വൈകുന്നേരം വരെ ഇവിടെ തന്നെയാണ് എല്ലാവരും. ഗുരുവായൂരപ്പനെ കാണാനുള്ള ഒരു ഇത് എന്തെന്നാ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അത് മാത്രം എല്ലാവരും ഇഷ്ടപ്പെടുന്നു. എത്ര കണ്ടാലും മതി വരാറില്ല എല്ലാവർക്കും. കൃഷ്ണനെ ഒരിക്കൽ പ്രാവശ്യം കണ്ട എല്ലാവർക്കും പിന്നെയും കാണണം എന്നാണ് തോന്നുന്നത്. പലവരും പറയുന്നുണ്ട് ഒരു മാഗ്നറ്റ് മാതിരിയാണ് കൃഷ്ണൻ.